ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 ഭൂരിപക്ഷം നേടി ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ പാർട്ടി വൻ വിജയം നേടിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ വിജയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ തമിഴ് ഭൂരിപക്ഷമുള്ള ജാഫ്ന പോലുള്ള പ്രദേശങ്ങളിൽ ഇതാദ്യമായി ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി നാഷണലിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള NPP അവരുടെ സഖ്യം ഇടത് സഖ്യം വിജയിച്ചിരിക്കുന്നു. ഇതുവരെ സിംഹള ഭൂരിപക്ഷമുള്ള പാർട്ടി ഈ തമിഴ് ഭൂരിപക്ഷ മേഖലകളിൽ വിജയിച്ച ചരിത്രമില്ല. ആകെ നേരത്തെ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച ഒരു ചരിത്രമാണുള്ളത്. ഇവിടെ ആകെയുള്ള 6 സീറ്റുകളിൽ 3 സീറ്റിലും ദിസനായകയുടെ പാർട്ടി തമിഴരും അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഭൂരിപക്ഷമുള്ള മേഖലയിൽ വിജയിച്ചു എന്നുള്ളത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. എത്രയോ ദശകങ്ങളായി തമിഴ് പുലികളടക്കം സിംഹള ഭൂരിപക്ഷമുള്ള ശ്രീലങ്കൻ സർക്കാരിനെതിരെ പൊരുതുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. തമിഴന്മാർ യഥാർത്ഥത്തിൽ തമിഴ് വംശജർ ശ്രീലങ്കയിലെ സിംഹള ഭൂരിപക്ഷമുള്ള സർക്കാരിനെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴ് പാർട്ടികൾക്കാണ് ജാഫ്ന അടക്കമുള്ള ബാറ്റിക്കോള പോലുള്ള സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടിരുന്നത്. ആ ഭൂരിപക്ഷ പിന്തുണ തമിഴ് പാർട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണയാണ് ഇപ്പോൾ NPP എന്ന ഇടതുപക്ഷ സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള അനുര കുമാര ദിസനായകെ അദ്ദേഹം വലിയ ഒരു മാറ്റം, ചേഞ്ച് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്. നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും ഇടതുപക്ഷ സഖ്യത്തിന്റെ നേതാവ് എന്ന നിലയിലും അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ്. അവിടുത്തെ വംശത്തിനും ജാതിക്കും മതത്തിനും അപ്പുറമായി ശ്രീലങ്കയിലെ ഭൂരിപക്ഷം ജനതയും ഏതാണ്ട് 62% ജനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പാർട്ടി ജനതാ വിമുക്തി പെരുമന എന്ന പാർട്ടി ചേരുന്ന NPP സഖ്യത്തിന്, ഇടതുപക്ഷ സഖ്യത്തിന് വോട്ട് ചെയ്തത്. ഒരുപക്ഷെ ഒരു ഇടതു തരംഗം ശ്രീലങ്കയിൽ ആഞ്ഞടിച്ചു എന്ന് വേണം കരുതാനായിട്ട്. എന്നാലും ദിസനായകയ്ക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പിന്തുണ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കഴിഞ്ഞ പാർലമെന്റിൽ 3 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ 225 അംഗ പാർലമെന്റിൽ 159 സീറ്റ് നേടിയാണ് വൻ ഭൂരിപക്ഷം, 3-2 ഭൂരിപക്ഷം ദിസനായകയുടെ പാർട്ടി നേടിയിരിക്കുന്നത്, പാർട്ടിയും സഖ്യവും നേടിയിരിക്കുന്നത്. രണ്ടാമതെത്തിയ സജിത് പ്രേമദാസയുടെ പാർട്ടിക്ക് 40 സീറ്റേ ലഭിച്ചിട്ടുള്ളൂ. രാജപാക്സെമാർ ഒരുപക്ഷെ ഒരു ദശകത്തിലേറെ അല്ലെങ്കിൽ 15 വർഷത്തോളമായിട്ട് വലിയ രീതിയിൽ അവര് ശ്രീലങ്കൻ രാഷ്ട്രീയത്തെ നയിച്ചവരാണ്. മഹീന്ദ രാജപാക്സെയും അതുപോലെ തന്നെ ഗോട്ടബയ രാജപാക്സെയും അവർ പ്രസിഡന്റും പ്രധാനമന്ത്രിയായിട്ടിരുന്നു. ആ കാലത്താണ് ശ്രീലങ്കയിൽ ഏറ്റവും വലിയ കലാപമുണ്ടായത്. അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു, പെട്രോൾ കിട്ടാനില്ല, വാഹനങ്ങൾ ഓടുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷണവും മരുന്നും കിട്ടാനാവാത്ത അവസ്ഥ. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രസിഡൻഷ്യൽ പാലസിലേക്ക് 10,000-കണക്കിന് ജനങ്ങൾ ഇരച്ചു കയറുകയും പ്രസിഡന്റിന് രാജ്യം വിട്ട് ഓടേണ്ടി വരികയും ചെയ്ത അവസ്ഥയുണ്ടായി. ഒരുപക്ഷെ ബംഗ്ലാദേശിലും സമാനമായ സംഭവം ഉണ്ടായി. പക്ഷെ ഇവിടുത്തേത് അതീവ രൂക്ഷമായിരുന്നു ശ്രീലങ്കയിലെ അവസ്ഥ. പ്രധാനമന്ത്രി മഹീന്ദ രാജപാക്സെയുടെ ഔദ്യോഗിക വസതി പ്രക്ഷോഭകർ കത്തിച്ചു. വലിയ രീതിയിൽ എത്ര ആഴ്ചകൾ, മാസങ്ങൾ നീണ്ട സമരമാണ് അവിടെ നടന്നത്. അതിന്റെ ഒടുവിലാണ് ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞത്. അവിടെ നിന്നാണ് തിരിച്ചു വന്ന് റണിൽ വിക്രമസിംഗെ ഇവരുടെ രാജപാക്സെമാരുടെ പിന്തുണയോടെ ഭരിച്ചു. പക്ഷെ അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പോടെ ആ ഒരു കുടുംബ പാരമ്പര്യവും അതിന്റെ ആധിപത്യവും എല്ലാം പോയി. പുതിയൊരു നേതാവ് ഉദയം ചെയ്തു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പൊ പാർലമെന്റിൽ ഭൂരിപക്ഷമായിരിക്കുന്നു. ശ്രീലങ്കയിലെ മാറ്റം എങ്ങനെ ഇന്ത്യയെ സ്വാധീനിക്കുമെന്നാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ എപ്പോഴും ഭൂരിപക്ഷം തമിഴന്മാർ, പ്രത്യേകിച്ച് അവര് ഇന്ത്യയിൽ നിന്ന് പോയവരാണ് ഭൂരിപക്ഷം തമിഴ് വംശജർ, അവർക്ക് വേണ്ടി വാദിച്ചിരുന്നു. പക്ഷേ LTTയുടെ നേതാവ് പ്രഭാകരൻ രാജീവ് ഗാന്ധിയുടെ വധത്തിൽ പങ്കാളിയാവുകയും പിന്നീട് ഇന്ത്യ തന്നെ ശ്രീലങ്കൻ തമിഴർക്കെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടായി. ജയവർദ്ധനയോടൊപ്പമൊക്കെ ചേർന്ന്, പ്രേമദാസിയോടൊപ്പമൊക്കെ ചേർന്ന് ഇന്ത്യ തമിഴർക്കെതിരെ സമാധാന സേനയായിട്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് പോവുകയും തമിഴർക്കെതിരെ പോരാടേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ തമിഴരും സിംഹളരും ചേർന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിലവിലുള്ള ഇടതുപക്ഷ സഖ്യത്തിന് പിന്തുണ നൽകിയതോടെ ശ്രീലങ്കയിലെ
രാഷ്ട്രീയ മാറ്റങ്ങൾ എങ്ങനെ ഇന്ത്യയെ സ്വാധീനിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപക്ഷെ ചൈനയുമായിട്ടും ഇടതുപക്ഷ സഖ്യത്തിന് നല്ല ബന്ധമുണ്ട്. അവിടെ ഹമ്പൻ തോട്ട എന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖം അത് ചൈനയ്ക്ക് 99 വർഷത്തെ ലീസിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ ചൈനയുടെ ചാരക്കപ്പൽ വരുന്നതിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ആ കപ്പൽ വരുന്നത് ഇല്ലാതായത്. പക്ഷേ ഇപ്പോഴും ചൈനയുടെ സ്വാധീനം ശ്രീലങ്കയിലുണ്ട്. കാരണം ശ്രീലങ്കയ്ക്ക് ഒരുപാട് കടം ഇന്ത്യയുമായിട്ടുണ്ട്, ചൈനയുമായിട്ടുണ്ട്. അപ്പൊ ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഒരുപക്ഷെ ശ്രീലങ്ക ചെറിയ ഒരു ദ്വീപ് രാഷ്ട്രമാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ശ്രീലങ്കയിലെ നയങ്ങൾ, പ്രത്യേകിച്ച് കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൈനയുമായിട്ട് ഈ പ്രശ്നത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാലദ്വീപിൽ ചൈനയുടെ സ്വാധീനം ഒരിടയ്ക്ക് പുതിയ സർക്കാർ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇന്ത്യ വീണ്ടും അത് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലും ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം വിട്ടൊഴിഞ്ഞ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. അവിടെ വന്നിരുന്ന മുഹമ്മദ് യൂനിസ് നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ മതേതരത്വം എന്നുള്ള വാക്ക് തന്നെ ഭരണഘടനയിൽ നിന്ന് എടുത്ത് കളയാനുള്ള നീക്കത്തിലാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശ് മാറും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു ബന്ധം ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിലെ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ഇന്ത്യയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് വളരെ ആകാംക്ഷയോടെ ഇന്ത്യയുടെ ഭരണകൂടവും നോക്കിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇവിടെ നിന്ന് വളരെ ഫ്ലൈറ്റിലാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലമാണ് ശ്രീലങ്ക. രാമേശ്വരത്തിനടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല മുഴുവൻ സുരക്ഷാ മേഖല, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ വന്നാൽ ഇതൊരു വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് തീരാവുന്ന മേഖലയാണ്. അതുകൊണ്ട് ശ്രീലങ്കയുടെ രാഷ്ട്രീയം, അവിടുത്തെ മാറ്റങ്ങൾ, അവിടെ നടക്കുന്ന സംഭവവാസങ്ങളൊക്കെ ഇന്ത്യയെ കൂടി സ്വാധീനിക്കുന്നതാണ്, ഇന്ത്യയെ കൂടി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രസിഡന്റ് ദിസനായകയുടെ പാർട്ടിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഇന്ത്യയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് വരും മാസങ്ങളിലും വർഷങ്ങളിലും നമുക്കറിയാനാവും.